കൊണ്ടുപോയി നടക്കാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പോവാം. എടി പൊന്നു, നമ്മൾ കാശ് ചെലവാക്കാനല്ല പോണത്, കാശ് സമ്പാദിക്കാനാണ്. ഓട്ടോറിക്ഷ വിളിച്ചാൽ 100 രൂപ നീ കൊടുക്കുവോ? ഓരോരോ പുലിവാലുകൾ പിടിച്ചു വെക്കും. ആ സായിപ്പ് മദാമ്മ വീട്ടിൽ വന്നിട്ട് ദിവസം 2-3 ഇതിനോടകം എത്ര രൂപ ചെലവായെന്നറിയോ? എന്റെ പൊന്നു, നീ ഇങ്ങനെ ഓരോന്നും പറഞ്ഞെന്റെ ഗോൺസാലിയോസ് കളയാതെ. എന്തോ ഈ കോൺസെൻട്രേഷൻ എന്നൊക്കെ പറയൂലേ? ആര് പറഞ്ഞു? ഒന്ന് മലയാളത്തിൽ പറ മനുഷ്യ. ഈ ഇംഗ്ലീഷുകാരുടെ ഒരു കാര്യമേ, അവർക്ക് നമ്മളെ പോലെ മലയാളത്തിൽ പറഞ്ഞാൽ. എടി, ഞാൻ പറഞ്ഞത് ടൂറിസം വികസനത്തിലുള്ള എന്റെ ശ്രദ്ധയെ നീ നശിപ്പിക്കല്ലേ എന്നാണ്. നിങ്ങൾ ടൂറിസം വികസിപ്പിച്ചോണ്ടിരുന്നോ? ഒരു ചാക്കരിയ വെറും 2 ദിവസം കൊണ്ട് തീർന്നത്. എന്റെ അമ്മോ, എന്തൊരു തീറ്റയാ 2 എടി പൊന്നു, അതിന് നമ്മൾ സായിപ്പിനെ മദാമിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സദ്യയൊന്നും അവരുടെ നാട്ടിലില്ലെന്നേ. ഇവിടെ വന്ന് സദ്യയുടെ രുചി പറ്റിയത് കൊണ്ടാവും 2 പേരും മണിക്കൂർ ഇടപെട്ട് വിശക്കുന്നേ എന്ന് പറഞ്ഞ് കാർന്നത്. അല്ലേട്ടാ, ഈ സാധാരണ സായിപ്പ് മദാമയൊക്കെ ആവുമ്പോഴേ വീടിനുള്ളിൽ തന്നെ ചടഞ്ഞുകൂടിയിരിക്കാതെ പ്രകൃതിയൊക്കെ കാണാൻ പോവില്ലേ? നമ്മുടെ സായിപ്പിനും മദാമയ്ക്കും അങ്ങനെ ഒരു ചിന്തയില്ലേ? എടി, അത് ഗൈഡ് ഇല്ലാത്ത കൊണ്ടാടി. ആര് പറഞ്ഞു ഇല്ലെന്ന്? ബി ഗൈഡ് ഉൾപ്പെടെ എത്ര ഗൈഡ് അലമാരിയിലുള്ളതെന്നറിയോ? അലമാരിക്കണ ഗൈഡിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഈ സ്ഥലമൊക്കെ കൊണ്ടുവരുന്നത് കാണിക്കുന്ന ഒരാളില്ലേ ഗൈഡ്, ആ ഗൈഡിന്റെ കാര്യം. എന്നാ പിന്നെ ഒരു ഗൈഡിനെ വെക്കാം. അതിന് പറ്റിയ ആളാരാ? നമ്മുടെ രമണൻ. അവൻ പോരെ? എന്നിട്ട് വേണം അവൻ കട്ടപ്പാറ കൂത്തി എന്റെ ജീവിതം കട്ട പുകയാക്കാൻ. ഓ, അതൊക്കെ നിങ്ങക്ക് തോന്നുവാ. നീ ഏറ്റല്ലോ. എങ്കി രമണൻ, എങ്കി രമണൻ, ഗൈഡ് എങ്കി ഗൈഡ്, എന്തെങ്കിലും ആട്ടാ. രാവിലെ തൊട്ട് വെള്ളം കോരിട്ട് സന്ധ്യ കൊണ്ട് കുഴമിട്ട് ഉടച്ചിരിക്കുന്നു. അങ്ങോട്ട് എടുക്കും മനുഷ്യ. ഇങ്ങനെയുണ്ടോ ഒരു മനുഷ്യൻ? കണ്ണാടി പൊട്ടിയില്ല. എടി, എന്റെ തലയിൽ വെക്കല്ലേടി, എന്റെ നടുവ് പോയി. ഇതെങ്കിലും നിന്റെ തലയിൽ വെക്കും. വീണാലും എന്റെ തലയിൽ തന്നെ വെപ്പിക്കോ. ചേട്ടാ, ചെടി വെട്ടി ഷേപ്പ് കളയാനല്ല പറഞ്ഞേ, ഷേപ്പ് ഉണ്ടാക്കാനാ പറഞ്ഞേ. അടിച്ചതിന്റെ ഷേപ്പ് ചെയ്യാൻ പറ്റും. കുറെ നേരമല്ലേ ഞാൻ വെട്ടിട്ട് ഷേപ്പില്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, നീ ഷേപ്പ് ഉണ്ടാക്കി, ഞാൻ വണ്ടി ഉരുട്ടാ. എടി, ഞാൻ ഇങ്ങനെ അടിപൊളിയായിട്ട് ഷേപ്പ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് അറിയോ? നമ്മുടെ വീട് കണ്ടു കഴിഞ്ഞാൽ മദാമേ സാഹിബ് ഇനിയും വരണം. നമുക്ക് നമ്മുടെ വീടൊരു കുളമാക്കാടി. കുളമാക്കാനോ? കോവളമാക്കാന്ന്. ചേട്ടാ, തേടിയ വള്ളി കാല ചുറ്റി. കാല ചുറ്റെങ്കിൽ വേഗം അഴിച്ചുകളല്ലേ കാല് ചൊറിയും. അതല്ല. ഓ, കല്യാണത്തിന് മുമ്പ് നീ എന്നെ കുറെ ചുറ്റിച്ച കാര്യമായിരിക്കും. അതല്ല പറഞ്ഞത്. അങ്ങോട്ട് നോക്ക്. ഇവനാണല്ലേ നീ തേടിയ വള്ളി. എടാ രമണ, തേടിയ വള്ളി നിക്കടാ. എടാ രമണ, നീ കൊറേ നാളായി എനിക്ക് പിടുത്തം തരാൻ നടക്കിയ കേട്ടാ. ഞാൻ ഇവിടെ ഇല്ലായിരുന്നു. ആണോ? എടാ രമണ, ഞാൻ നിനക്കൊരു പണി തന്നാ നീ അത് സ്വീകരിക്കുവോ? അണ്ണൻ തരുന്ന പണിയല്ലേ, തല്ലുകൊള്ളുന്ന പണിയായിരിക്കും. അല്ല രമണ, ഒരു ഗൈഡിന്റെ പണിയാ. ഇവിടെ ഒരു സായിപ്പ് മദാമ വന്നിട്ടുണ്ട്. അവരെ നീ നമ്മുടെ ഈ നാടെല്ലാം കൊണ്ടുവരുന്നൊന്ന് കാണിക്കണം. സായിപ്പിന്റെ മദാമയുടെ കൂടെ ഞാൻ നടക്കാനാ? അല്ല, അവർ ഇംഗ്ലീഷ് വല്ലതും ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഒന്നും പറയണ്ട. എന്തേലും ചോദിച്ചാ കണ്ണടച്ച് കാണിച്ചാ മതി, അവർക്ക് മനസ്സിലായിക്കോളും. നേരാടാ രമണ, ഇവള് പണ്ട് 2 കണ്ണും അടച്ചു കാണിച്ചാ എന്നെ സ്വന്തമാക്കിയത്. പഴയത് ഓർക്കുമ്പോ എനിക്ക് ചിരി വരും. ചിരി. പഴയ തോർത്തല്ല, പഴയ തോർത്ത്. അതെ, ഇപ്പൊ അതൊന്നും ഓർക്കാനുള്ള സമയമല്ല. ഇവന്റെ കാര്യത്തിലൊരു തീരുമാനം പറ. ഇവന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം? ഇവൻ ഫിസ്ക്. രമണ, എന്നാ നീ നാളെ തന്നെ ജോയിൻ ചെയ്തോ. അപ്പൊ ശമ്പളം നീ ഒന്നും തരണ്ട. അയ്യോ, അതല്ല, എനിക്ക് തരുന്ന കാര്യം ചോദിച്ചത്. നിനക്ക് അങ്ങോട്ട് തരുന്ന കാര്യം. നീ മനസ്സിൽ കാണുന്നതിനേക്കാൾ ഒരു 100 രൂപ കൂടുതൽ തരും. പിന്നെ ഒരു പ്രത്യേക കാര്യം, ഡോളറിലേ തരൂ. അങ്ങനെ ഗൈഡും ഫിസ്ക്. ആ കാണുന്നതാണ് സായിപ്പേ കാൽവരി കുന്നുകൾ. നിന്റെ അമ്മ ഇവിടെ എന്ന് മുതലാടി കാൽവരി കുന്നായത്? കൊള്ളാക്കാതെ മനുഷ്യ. ഓ, കാൽവരി കുന്നുകൾ. അതെ, കാൽവരി കുന്നുകൾ. എടാ സായിപ്പേ, ഈ ആണെന്തോ കൂടെ കൂടെ കിടന്ന് മുക്കറ ഇടുന്നത്. അപ്പൊ മദാമേ, ആ കാണുന്നതാണ് ടിപ്പു സുൽത്താന്റെ കോട്ട. അയ്യോ, കോട്ടയും കൊണ്ടുപോടി ഒന്നുമല്ല, കോട്ട. ടിപ്പു സുൽത്താന്റെ കോട്ട. യവൻ എന്റെ വല്ലതും വാങ്ങിച്ചു കൂട്ടും. ഒന്ന് മിണ്ടായിരടോ, കിടന്ന് ബഹളം വെക്കുന്നു. പിന്നെ സത്യം പറയാലോ, നിങ്ങള് മദാമയായിട്ട് ജനിക്കേണ്ടവരല്ല. നിങ്ങൾക്ക് ഒരു മലയാളി പെൺകുടിയുടെ ശാലീന സൗന്ദര്യമുണ്ട്. എന്തുകൊണ്ടും എനിക്ക്
ചേരുന്ന വധു. മദാമ ഒന്ന് മനസ്സ് വെച്ചാ നമുക്ക് ഈ കാട്ടുമാക്കാൻ സാഹിബിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കൈയും കാലും ഒക്കെ തല്ലി പിടിച്ച് കളഞ്ഞിട്ട് മദാമയുടെ കാശിന് സുഖമായിട്ട് ജീവിക്കാം. ആരാടാ എന്നെ പട്ടീന്ന് വിളിച്ചത്? ഞാനും കേട്ടു. കേട്ടില്ലേ പ്രകൃതിയുടെ ഓരോ വികൃതികൾ? ഞാനൊരു തമാശ പറഞ്ഞപ്പോഴേക്കും പ്രകൃതിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. കേട്ടില്ലേ പ്രകൃതി പോലും എന്നെ പട്ടീന്ന് വിളിച്ചു. പട്ടീന്ന് വിളിച്ച ഞാനാണ് നിന്റെ കാലൻ. കാലനോ? കാലൻ ഇവിടെ വന്നിട്ടുണ്ടോ? അപ്പൊ മദാമേ സായിപ്പേ ഈ സ്ഥലം അത്ര ശരിയല്ല. ഞാനേ വേറൊരു സ്ഥലം കാണിച്ചു തരാം. ഓ എന്നൊരു കാണിച്ച് മദാമ ഇവിടെ നിന്നോ. കൂട്ടിനെ ഈ ചിമ്പാൻസി ഉണ്ടല്ലോ രണ്ടും കൂടെ വേലും കൊണ്ടോണ്ട് ഇവിടെ നില്ലേ. ഞാൻ പോന്നു. ഇത് ശരിക്കും പ്രേതബാധയുള്ള സ്ഥലമാണെന്നാ തോന്നുന്നത്. എന്റെ അമ്മ അയ്യോ ഒരു പെണ്ണാണ്, ഒരു പെണ്ണാണ്. പെണ്ണോ? നിനക്ക് തോന്നിയല്ല? ഞാൻ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. നമുക്കൊന്ന് പോയി നോക്കാം. നീ വരുന്നില്ലേ? എനിക്ക് പേടിയാവുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ പെണ്ണിനെ തന്നെയാണോ കണ്ടത്? ആലോചിക്കാനൊന്നുമില്ല, പെണ്ണ് തന്നെയാ. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ മരീചിക. എന്ത്? എടി മരമണ്ടി, നീ യൂറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ ഗ്രഹങ്ങളല്ലേ? പിന്നെ ഗ്രഹങ്ങളാണ്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ? ആ ഗ്രഹങ്ങൾ. ആഗ്രഹങ്ങളോ? ആഗ്രഹങ്ങളല്ല, ആഗ്രഹങ്ങൾ. ആഗ്രഹങ്ങൾ ഇതുവഴി പോയപ്പോൾ അടിച്ച നിഴലാണ് മരീചിക. അങ്ങനെ മരീചിക ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില സമയങ്ങളിൽ പെണ്ണുങ്ങളായിട്ട് തോന്നും. ചേട്ടൻ മുമ്പ് മരീചിക കണ്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ ഗൾഫിൽ പോയിട്ട് മരീചിക അന്വേഷിച്ച് നടക്കില്ലായിരുന്നു. എടി ഈ പാതിരാത്രി നമ്മൾ മരീചികയെ കുറിച്ച് സംസാരിച്ച് എന്തിനു നമ്മൾ ഉറക്കം കളയുന്നു? വരൂ നമുക്ക് ഒരുമിച്ച് ഉറങ്ങാം. എടി പൊന്നു, ഇവിടെ ചിലതൊക്കെ ചീഞ്ഞ് നാറുന്നില്ലേ എന്നൊരു സംശയം. ഏയ് അതിന് വഴിയില്ല. ഇന്നലെ ഞാൻ ഇവിടെ നന്നായിട്ട് അടിച്ചു വാരിയതാ. അതല്ലടി മണ്ടൂസെ ഞാൻ പറഞ്ഞത്, നമ്മുടെ വീടിനുള്ളിൽ. വീടിനുള്ളിലോ? ആ ഇന്നലെ രാത്രി ഞാൻ ഉറക്കത്തിലൊരു ശബ്ദം കേട്ടു, ഞെട്ടിയുണർന്നു. എന്നിട്ട് ആരുടെയൊക്കെയോ അടക്കിപ്പിടിച്ച സംസാരം. ദൈവമേ! ദൈവത്തിന്റെ അല്ല, മനുഷ്യന്റെ. അതും മലയാളത്തിൽ. എന്താ പറഞ്ഞത്? അത് വ്യക്തമായില്ല. പിന്നെ മലയാളമാണെന്ന് എങ്ങനെ മനസ്സിലായി? ഊഹം. മണ്ണാങ്കട്ട. അതാ സായിപ്പ് മദാമയും കൂടി എന്തെങ്കിലും പറഞ്ഞായിരിക്കും. അല്ല, സായിപ്പിന് ആകെപ്പാട് ഇംഗ്ലീഷ് 3 അക്ഷരങ്ങളിൽ അറിയാൻ പാടുള്ളൂ. യാ ഹൂ യാ. അതിപ്പോ ഞാനും പഠിച്ചു. യാന്ന് പറഞ്ഞ ആഹാരം, ഹുയാന്ന് പറഞ്ഞ കൊണ്ടുവരൂ, യാന്ന് പറഞ്ഞ തരൂ. ആണോ? പക്ഷെ നമ്മുടെ മദാമ്മക്ക് അല്പസ്വല്പം മലയാളമൊക്കെ അറിയാം. അത് നേരെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി സംസാരം കേട്ടത് എവിടുന്നാ? നമ്മുടെ അടുത്ത വീട്ടിലെ ടിവി നിന്നായിരിക്കും. ഇത് പറയാനാണോ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അല്ല പൊന്നു, എന്റെ കയ്യിലെ കാശൊക്കെ തീർന്ന വിവരം നിന്നോടൊന്ന് പറയണമല്ലോ. കംപ്ലീറ്റ് തീർന്നല്ലേ? കംപ്ലീറ്റ് തീർന്നു. എന്നാലേ നമുക്ക് രണ്ടാൾക്കും കൂടി തെണ്ടാനിറങ്ങാം. കളിയാക്കരുത് പൊന്നു. ആ സാഹിബിനെ മദാമയും കൂട്ടിക്കൊണ്ടുവരണ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇനി ഞാൻ നയാ പൈസ ചെലവാക്കില്ല. ഒറ്റയ്ക്ക് അനുഭവിച്ചോ? സദ്യ കൊണ്ട് ചെല്ലാൻ വിളിക്കുക. ഒന്ന് പോയിട്ട് വരട്ടോ. അയ്യോ, നിക്കുന്ന നിപ്പോണ്ടില്ല മരങ്ങോടനെ പോലെ. ഇതൊക്കെ കൊണ്ടൊന്നും ഞാൻ നന്നാകുന്നു തോന്നണില്ല. എഴുതിയത് ഇത്ര എഴുതി. ഒരു കൊക്കല്ല മനുഷ്യ, ഹുക്ക. കൊക്കി.
ആ നിനക്ക് ഇഷ്ടപ്പെട്ട സാധനം പറ. ആ, പറ. ആ, പറ. പറ ഒന്നല്ലേ ഉള്ളൂ, ഇതാരുടെ നിനക്കറിയോ? ഒന്നല്ലേ ഉള്ളൂ, പറ ഒന്നല്ലേ ഉള്ളൂ. ഇതാരുടെ സാധനമെന്നറിയോ? ആ, ആ. മറ്റേ തള്ളയുടെ. ആ ഇതന്നെ കിടക്കുന്നു. അയ്യോ വലിമച്ചി. ആ ഇതിന്റെ വലിമച്ചി എഴുതിക്കോണം കേട്ടോ. പറ എഴുതിയോ? ആ ആ ഇന്നാ ചെറിയൊരു ഉരുളി, വല്ലപ്പോഴും പായസം വെക്കാം. അയ്യോ ഇതെന്റെ വലിയപ്പച്ചനാ. അവിടെ കിടക്കട്ടെ. അയ്യോ ആ 2 വിളക്ക്, 1 നിനക്ക്, ഇത് നിനക്ക്. ഡേ ഈ കിണ്ടി വിറ്റാൽ 200 രൂപയെങ്കിലും കിട്ടും. നമുക്കേ ചായക്കടയിലെ പഴയ പറ്റി തീർക്കാം. എന്നാ കിണ്ടി. ആ ഈ പാത്രങ്ങളും നമ്മളിനി അടിച്ചു വരുന്ന ഈ വീട്ടിലെ പാത്രങ്ങളും ആക്രിക്കടെ കൊടുത്തിട്ട് വേണം, എന്നിട്ട് വേണം നമുക്ക് ചില അരി മേടിക്കാൻ. ഇതിപ്പോ എങ്ങനെയാ ഇവിടുന്ന് കടത്തുന്നേ? പോലീസ്? അയ്യോ പോലീസോ? എവിടെ? ശ്ശോ, ഇങ്ങോട്ട് വന്നിരിക്കും മനുഷ്യ. പിന്നെ നീ പോലീസ് എന്ന് പറഞ്ഞു? ശ്ശോ, നിന്നെ ഞാൻ വലിച്ചു ചുമ്മാ പേടിപ്പിക്കാൻ. പോലീസുകാർ ഇതുവഴിയൊക്കെ കറങ്ങുന്നുണ്ട് മനുഷ്യ. വേഷം മാറി നടക്കുന്ന നമ്മളെ കണ്ടാലേ അവര് ചുമന്നോണ്ടങ്ങ് പോവും. എടി നമ്മളിനിപ്പോ എന്നാ ചെയ്യൂടി? കിട്ടാവുന്ന അത്ര അടിച്ചു മാറ്റിക്കൊണ്ട് ഇന്ന് രാത്രി തന്നെ നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. ഞാനും അത് തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. ആടി ഇവിടുത്തെ സ്റ്റോറേജ് മുഴുവൻ കവറേജ് കാണുമോ? അതെന്തോന്ന്? ഇവിടുത്തെ അലമാരി മുഴുവൻ കാശും പൊന്നും കാണുമെന്നാ ചോദിച്ചത്. അതെന്നോട് ചോദിച്ചാൽ എങ്ങനെയാ? അലമാര തുറന്നു നോക്കണം. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. നീ എന്റെ മുഖംമൂടിയും ആ കയ്യറയും ഒന്ന് തയ്യാറാക്കി വെക്ക്. ഇന്ന് ഞാൻ ആ അലമാരി തുറക്കും. മുഖംമൂടി ഒന്നും ഇവിടെ ഇല്ല, പോയി തുറക്കാങ്കി തുറക്ക്. എങ്കിലും ഞാനത് തുറക്കും. സൂക്ഷിക്കണേ ചേട്ടാ. പേടിക്കണ്ടടി. ചേട്ടൻ ജയിലിനകത്ത് കിടന്നാ ഞാൻ പിന്നെ വഴിയാധാരാവും. അതിനും നീ പേടിക്കണ്ട. അതെന്താ? അതിന് നമുക്ക് ആധാരമില്ലല്ലോ. അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഇന്ന് ഈ വീട് തൊരപ്പൻ മാധവൻ തുറന്നിരിക്കും. കേട്ടോ സാനിയ ബുൾസൈ മിർസ? ഓക്കേ മൈ റൊണാൾഡിഞ്ഞോ, ഗോ അഹെഡ്. ഓക്കേ. ഇതാണോ അതിന്റെ ശാപം? നീ എന്തിനാ കൊച്ചെ ഇവിടെ വന്നത്? മിണ്ടിപ്പോവരുത്. പ്രഭാവതി, പ്രഭാവതി, വാതിൽ തുറക്ക്. പ്രഭാവതി, 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 പ്രഭാവതി. എന്താ? ഇന്നാ തിന്നാൻ. ഇന്നാ ബിരിയാണി. സമയം എനിക്ക് ആഹാരം മാത്രം എത്തിക്കുന്നുണ്ട്. അപ്പോ ഇനി മുതൽ ആഹാരമൊന്നും വേണ്ടെന്നാണോ? എനിക്ക് എന്റെ സുന്ദരേശനെ കാണണം. പതുക്കെ പറ, അവരിങ്ങോട്ട് എത്തുമല്ലോ. എപ്പോ? ഒന്ന് പതുക്കെ പറ.
ഇനി ഈ ഉരുണ്ട് കളി വില പോവില്ല. ഞാൻ എല്ലാ സത്യവും പൊളിക്കും. അയ്യോ ചതിക്കല്ലേ. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയുണ്ടോന്നോ? നീ ഇവിടെ നിന്നൊന്ന് മൂളിയാ പോരെ, മൊത്തം കൊളമായി പോവില്ലേ? അതെയോ? എന്നാ പിന്നെ വൈകിക്കണ്ട. എനിക്കിപ്പോ സുന്ദരേശനെ കാണണം. ഇല്ലെങ്കിൽ ഞാനിപ്പോ പൊന്നമ്മയുടെ അടുത്തേക്ക് ചെല്ലും. അയ്യോ ചതിക്കല്ലേ, നിന്റെ കാല് ഞാൻ പിടിക്കാം. അയ്യോ, സുന്ദരേശൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ എത്തിച്ചു തരാം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ആ പോ. ആ ഇങ്ങനെ ആ ബിരിയാണി ഇങ്ങ് തന്നിട്ട് പോ. ബിരിയാണി ചെല്ല്. തീറ്റയുടെ കാര്യം മറക്കൂല. ഇത് വലിയ ശല്യമല്ലോ. അവൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ ഞാൻ അവളുടെ വേലക്കാരനോ? ആദ്യം ഇവളെ ഓടിക്കണം. കള്ള ഫോൺ വിളിക്കാം. എന്റെ നമ്പറിൽ വിളിച്ചാൽ അവൾ ചിലപ്പോൾ മനസ്സിലാക്കും. ഒരു കാര്യം ചെയ്യാം, ഇവിടെ താമസിക്കുന്ന മദാമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കാം. ഏക്കണമെങ്കിൽ ഏക്കട്ടെ. ഹലോ, ഈ ശബ്ദം പരിചയമുണ്ടോ? അയ്യോ സുന്ദരേശേട്ടനല്ലേ? അതെ, നിന്റെ സുന്ദരേശേട്ടൻ തന്നെ. നീ ഇതുവരെ എന്റെ ശബ്ദം മറന്നിട്ടില്ലല്ലേ? അയ്യോ ഇതിപ്പോ എവിടുന്നാ? ഇപ്പൊ ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട്. പറ. അന്ന് നിന്റെ കവിളിത്ര ചുവന്നിട്ടില്ല, അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, പൊട്ടുകൊത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, പൊട്ടും തിരിയാത്ത പാവാടക്കാരി, നിന്റെ തൊട്ടാവാടി ചിറകുള്ള പാവാടക്കാരി. ഹലോ ഹലോ, ആർക്കാ ഫോൺ ചെയ്തത്? അതെ, നമ്മുടെ ചാക്കോച്ചന്റെ മകൾക്കേ. ചാക്കോച്ചന്റെ മകൾക്കോ? മകളുടെ മകൾക്കേ, LKG പഠിക്കുന്ന കുട്ടിക്ക് പാട്ട് പഠിക്കുമെന്നു യൂത്ത് ഫെസ്റ്റിവലിന്. അപ്പൊ പാട്ട് വേണമെന്ന് പറഞ്ഞപ്പോ ഞാനൊരു പാട്ട് പാടി ഇങ്ങനെ കേൾപ്പിച്ച് ഇങ്ങനെ മൊബൈലിലൂടെ ഇങ്ങനെ. ഒരു കാര്യമില്ല, വേണ്ടായിരുന്നു. കട്ടായി പോയല്ലോ. ആ അങ്ങോട്ട് വിളിക്കാം. അയ്യോ ഇതിനാണെങ്കിൽ ഔട്ട് ഗോയിങ്ങും ഇല്ല. ഇവിടുത്തെ ലാൻഡ് ഫോണിൽ നിന്ന് വിളിക്കാം. ഇവിടെ കാര്യം അത് പിന്നെ ഞാൻ ഇവിടെ എന്താ വലിഞ്ഞു കയറി വന്ന് ഫോൺ ചെയ്യാൻ? ഇതെന്താ STD ബൂത്തോ? നിനക്ക് എന്തായാലും ഇവിടെ കാര്യം? മിണ്ടാതെ നിക്കുന്നുണ്ട് കള്ളിയെ പോലെ. നിന്നെ പിടിച്ച് ഞാൻ പോലീസിൽ ഏൽപ്പിക്കും. പൊന്നു വേണ്ട, ഇവളോട് ഞാൻ ചോദിക്കാം. ഓഹോ, അപ്പൊ നിങ്ങൾ ഇവളെയാണല്ലേ ഫോണിൽ കൂടി പാട്ട് പാടി കേൾപ്പിച്ചേ? ഇവൾക്കോ? എന്താ പൊന്നു പറഞ്ഞേ? ഇവള് പണ്ട് ആ പാട്ട് പാടിക്കാണും. എന്ത് വെച്ച് ഇവൾക്ക് ആ പാട്ട് സ്വന്തമാണോ? ഒരു പാട്ടിന്റെ പേര് പറഞ്ഞു ചുമ്മാ എന്നെ ഇങ്ങോട്ട് പറഞ്ഞേ. സത്യം പറയടി, ആരൊക്കെയാടി നീ? അല്ല നീയൊക്കെയാടി? ആരാടി നീ? ഞാനത് പിന്നെ പോകരുത്. നീ എന്താടി കരുതിയത്? ഈ വീട്ടിലുള്ള ഞാനും എന്റെ പൊന്നും അന്തന്മാരാണെന്നോ? നീ പാത്തും പതുങ്ങിയും വന്ന് ഫോൺ ചെയ്ത് പോയാൽ ഞങ്ങൾ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ? വേണ്ട, ഞാൻ ചോദിച്ചോളാം. അവളോട് ചോദിച്ച് നീ നിന്റെ വോയിസ് കളയണ്ട. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. എടി, 2 കാലുണ്ടെന്ന് കരുതി ഏത് വീട്ടിലും എപ്പോഴും ഓടിക്കറാമെന്ന് കരുതിയോ? ഈ കാല് ഞാൻ തല്ലി ഓടിക്കും. അങ്ങനെ പറയരുത് പൊന്നു. ഈ 2 കാലും എനിക്കുള്ളതാണ്. ഈ കാല് ഞാൻ തല്ലി ഓടിക്കും. എനിക്ക് കാല് നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവളുടെ കാല് ഞാൻ വെറുതെ വിട്ടു. ഞാൻ നന്നായിട്ട് ചൂടായില്ലേ? ഈ ചൂട് മാറ്റാൻ ഞാൻ കുറച്ചേരം ഫ്രിഡ്ജിൽ പോയി. കുറച്ചേരം ഫ്രിഡ്ജിൽ നീ ഇങ്ങോട്ട് വന്നേ. ആകെ പോയി ഇങ്ങോട്ട് പോയിക്കേ.